ഗീവ് അവേ വിന്നേഴ്സ് ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? അറിയാനൊന്നുമില്ലടാ. നമുക്ക് 2 പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അവരിൽ ആരാണ് വിന്നർ എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിന്ന് ജേർണൽ ചെയ്തിട്ട് തന്നെ നമ്മൾ തുടങ്ങാമെന്ന് കരുതി. എന്തിനും തുടക്കം ഒരു ജേർണലാണല്ലോ. ഗീവ് അവേയിൽ അധികം ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ 2 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവരെങ്കിലും ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അവരുടെ ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഗിഫ്റ്റ് ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അധികം കൺഫ്യൂഷനായിരുന്നു. ആ 2 പേരുണ്ടായതുകൊണ്ട് 2 പേർക്കും കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. 2 പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ ചെയ്തിട്ട് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിരുന്നു. അങ്ങനെ നമ്മൾ സ്പിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ 3 തവണയാണ് സ്പിൻ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ആൾക്കാണോ വരുന്നത് അവരായിരിക്കും നമ്മുടെ വിന്നർ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലേ വന്നിട്ടുള്ളത് അബല എന്ന് പറയുന്ന ഒരാളായിരുന്നേ. അപ്പോൾ ഈ സബ്സ്ക്രൈബറാണ് എനിക്ക് കൂടുതലായിട്ടും കിട്ടുമോ, ഗീവ് അവേ കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്താണ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് ഹാജറ എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയി. അപ്പോൾ ഈ ലാസ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിന്നർ ആരാന്ന് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അബല എന്ന് പറയുന്ന സബ്സ്ക്രൈബർ തന്നെയായിരുന്നു നമുക്ക് വീണ്ടും വന്നിരുന്നത്. ഒരുപാട് സന്തോഷം തനിക്ക് കിട്ടിയതിൽ. അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും ഞാൻ ഉടനെ അയക്കുന്നതായിരിക്കും. തൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് താങ്ക് യു.